അച്ചോ, ഞാനിപ്പോ ഡാഡിയെ കണ്ടേച്ച് പള്ളിയിൽ നിന്ന് വരിക. അച്ഛൻ വന്നാൽ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞുഞ്ഞമ്മയുമായി സംസാരിച്ചിട്ട് അത് ഡാഡിയെ കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു. ഏതായാലും പോകാം, കാര്യം എന്തെന്നറിയാം. പോവാം. അലക്സാണ്ടർ, ശ്രീ, എന്ത് ചെയ്യാ? ഇതെല്ലാം അടുക്കി വയ്ക്കായിരുന്നു. കൊറേ പുസ്തകങ്ങളുണ്ടല്ലോ. വായിക്കുമായിരുന്നു കൊച്ചിലെ. ശ്രീ വരുന്നോ? വെറുതെ നടക്കാൻ പോവാം. വരാലോ. എങ്കിൽ ഞാൻ വല്യമ്മച്ചോടൊന്ന് പറഞ്ഞ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ. പിന്നെ എന്താ? എന്നെ പേടിച്ചിട്ട് കുറെ കാലം ഒരു കറുപ്പ് ഉടുപ്പിട്ടുകൊണ്ട് നടന്നില്ലേ, അത് ഇട്ടോളൂ. നല്ല ചേർച്ചയാ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ശ്രീ കേൾക്കൂന്നറിയാം. അലക്സ് വന്നതല്ലേ ഇവിടെ? നല്ല ഫോട്ടോ. ഞാനിതെടുക്ക. പെട്ടിയിൽ എവിടെങ്കിലും വെറുതെ ഇട്ടേക്കാനാ. ശരി, ഞാനിപ്പോ വരാം. അപ്പോഴതാണല്ലേ ശ്രീയിൽ പെട്ടെന്നുണ്ടായ മനമാറ്റത്തിന്റെ കാര്യം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. എന്നാൽ അലക്സിനെ കാണാതെ പൊക്കളഞ്ഞല്ലോ. കണ്ടുപിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ പസ്പസ് ഇവിടുന്നും കടന്നു കളയോ എന്നായിരുന്നു അലക്സിന്റെ പേടി. ഓ, ഇവിടുന്ന് ഇനി എവിടെ പോകാൻ? എങ്കിലാ ഓപ്പറേഷന് സമ്മതിക്കാത്തന്തേ? കഴിവതും വേഗം ചെയ്യുന്നല്ലേ എല്ലാവർക്കും നല്ലത്. ഞാൻ സമ്മതിക്കില്ലെന്ന് ആര് പറഞ്ഞു? വരട്ടെ, സമയമുണ്ടല്ലോ ഇനിയും. എന്റെ സ്ഥാനത്താണെങ്കിൽ ശ്രീ അറിയൂ ഓരോ ദിവസത്തിന്റെ വിലയും സുഖവും മധുരമയൊക്കെ. ഓപ്പറേഷന് വേണ്ടിയായാലും എന്തിനായാലും ഒരു ദിവസം പോയാൽ അത്രയും പോയില്ലേ? ഞണ്ട് ഞണ്ട്. കണ്ടോ എന്ത് സ്പീഡിൽ രക്ഷപ്പെട്ടു ഭയങ്കരൻ. എന്താ ശ്രീ ഒരുമാതിരി ബ്ലിങ്കസായി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം. ശ്രീ, ഇതേ മണ്ണ്. മണ്ണോട് മണ്ണായി എന്നൊക്കെ പറയുന്നത് എന്തുവാ? അറിയാം, ഒടുവിൽ നമ്മളെല്ലാം ഇതിലേക്കല്ലേ? ഏയ് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എവിടെ കള? കൈ നോക്കാൻ അറിയാവോ? അതേ അറിയാവൂ. എങ്കി പറ, എന്ത് പറയണം? അസ്തമയത്തിന് ഇനി എത്ര വിനാഴിക കൂടി ഉണ്ടെന്ന്? അകലെയാണ്. അതാ നോക്കൂ, വളരെ അകലെ. എന്നാൽ എത്ര അകലെ? നോക്കത്താ ദൂരത്തോളം അകലെ. ഈ സ്ത്രീക്ക് ഒന്നും അറിഞ്ഞൂടാ. പെണ്ണുങ്ങളുടെ ഇടത് കൈയാൻ നോക്കേണ്ടത്. ദാ നോക്ക്. ഇതിലും അകലെയാണ്. എങ്കിൽ സുമംഗലി സൗഭാഗ്യം ഒന്ന് നോക്കി. അതെന്താ? കല്യാണം കഴിക്കുമെന്ന്. ഉടനെ ഉണ്ടല്ലോ. എപ്പോഴാ ഒരമ്മയാകാൻ പറ്റുക? അയ്യോ, അതിനല്പം താമസമുണ്ട്. ഉടനെ ഒന്നുമില്ല. മതി, അതെങ്കിലും മതിയായിരുന്നു. ആ ഒറ്റ ആഗ്രഹമെങ്കിലും സാധിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ വല്യമ്മച്ചിക്കും എന്റെ ഡാഡിക്കും എനിക്ക് പകരമായിട്ട് ആരെങ്കിലും കൊടുത്തിട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആശിച്ചു പോകുന്നു. എന്താ കളിയത്? അയ്യേ,
എത്ര ചുണയുള്ള കുട്ടിയായിരുന്നു ഗേളി. പറ്റുന്നില്ല ശ്രീ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന്. പ്ലീസ് ഗേളി, കൺട്രോൾ യുവർസെൽഫ്. ഐ എം സോറി ശ്രീ. ഇവിടെ വന്നിട്ട് ആദ്യമായി ഒരുപാട് സങ്കടം വന്ന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട്. എന്തിനാ സങ്കടം? എന്റെ മമ്മിയെ കുറിച്ച് ഓർത്തിട്ട്. പാവമാ എന്റെ ഡാഡി, പഞ്ചപാവം. അതുപോലെ തന്നെ എന്റെ വല്യമ്മച്ചിയും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഈ സ്നേഹങ്ങൾക്കിടയിൽ കിടന്ന് എന്റെ മമ്മി അനുഭവിച്ച വേദന ഞാൻ ഓർത്തുപോയി. എല്ലാം അല്പനേരത്തേക്ക് മറക്കാനാണ് ഞാൻ ശ്രീയെ കൂട്ടിക്കൊണ്ടുവന്നത്. നന്നായി, ഞാൻ എല്ലാം മറക്കുന്നു. ശ്രീക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണല്ലോ എന്ന ദുഃഖം ഒരിക്കലും ആ മുഖത്തുണ്ടാവരുത്. അങ്ങനെയുള്ള മുഖങ്ങൾ കാണാനുള്ള കരുത്തില്ലാതെയാണ് ഞാൻ ഡൽഹി വിട്ടെന്ന കാര്യം ശ്രീ ഓർത്താൽ കൊള്ളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ സന്തോഷിപ്പിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പറയൂ, എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാ? ഞാൻ എന്നെ പിടിക്കാം. ശരി. ഇതാ ഒരുത്തിരിക്കുന്നു, അവനെ പിടിച്ചോ. വാ. പിടിച്ചോ. പിടിച്ചോ. What happened to you? ഒന്നുമില്ല, ഒന്നുമില്ല ശ്രീ, ഒന്നുമില്ല. എന്റെ ശത്രു മെല്ലെ തലപൊക്കാൻ തുടങ്ങി. അവൻ പിണങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോകാം. ഒന്നുമില്ല. ഓർമ്മയിൽ കുറിച്ച് വെക്കാൻ ഒരു സൺസെറ്റും കൂടെ ഉണ്ട്. താങ്ക് യു ശ്രീ.